ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ എയർബിഎൻബിയിൽ നമ്മൾ വന്ന് കയറി. സോ ഇപ്പം നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സാധനം മേടിക്കണം അല്ലേ. അയാളുടെ കാലം ഒട്ടും നേരെ ആയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഷില്ലോങ്ങിലെ ഫേമസ് ആയിട്ടുള്ള പോലീസ് ബസാറിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെ എന്താ പറയുക, നാടിനെ കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകൾ വെച്ചാലും ആ പ്രതീക്ഷകളൊന്നും നടക്കാറില്ല. ഞാൻ ഈ ഷില്ലോങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത്. ആസാമിന്റെ ക്യാപിറ്റൽ ഗുവാഹത്തി ഇങ്ങനെ തന്നെയായിരുന്നു. മേഘാലയയുടെ ക്യാപിറ്റൽ ഷില്ലോങ്ങും ഇങ്ങനെ തന്നെയാണ്. എനിക്കിതിൽ വളരെ വിഷമമുണ്ട്. വിഷമ സഹിതം ഞാനത് അറിയിക്കുകയാണ്. ഞാൻ കണ്ട ശരിയല്ല, ഇതൊരു മാതിരി എറണാകുളം പോലെ ഇരിക്കുന്നു. എറണാകുളം ബെറ്ററാ. അയ്യോ, എന്തെങ്കിലും ഞം കഴിക്കാൻ. അയ്യോ, ഇവിടുന്ന് റെസ്റ്റോറന്റ് പോലും ഇല്ല. അല്ല, സ്ട്രീറ്റ് വ്യൂസ് കണ്ടില്ല എന്നാലും പരാതി പറയരുത്. ഇത് എവിടേക്കോ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാരം കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്കൂളാണെന്ന് തോന്നുന്നു. കോളേജാണോ? ഇത് സ്കൂളും ഉണ്ട് ഇവർക്ക്. വേണ്ട പിള്ളേർ കഴിയുന്നു. അതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. നൈസായിരുന്നു. നല്ലൊരു ആംബിയൻസ് ഉണ്ടല്ലോ. കണ്ടില്ലോ? ഇവിടെ അയ്യോ, ഇനി എന്റെ അടുത്ത പ്രതീക്ഷ അരുണാചലാണ്. അരുണാചലെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ വീട്ടിലെത്തിയാൽ മതി എന്ന അവസ്ഥയെത്തോ. ശരിയാണ്. ഇത് ആയതുകൊണ്ട് മെട്രോ ബാംഗ്ലൂരിൽ നിന്ന് മെട്രോ ഫ്ലൈറ്റ് പിടിച്ച് മെട്രോ സിറ്റി കാണാൻ വേണ്ടിയാണ് ഷില്ലോങ്ങിലേക്ക് വന്നത് അയാള്. അല്ല, അതാണ് എനിക്ക് വിഷമം. താൻ പറഞ്ഞ സിറ്റി പോലെ ഇരിക്കുന്നതാണ് എന്റെ പ്രശ്നം. അതാണ് എന്റെ വിഷമം. ഓ, ഞാൻ കരുതി ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോറി. അല്ല, അതാണ് എന്റെ വിഷമം. ഗൈസ്, നമ്മള് നേരത്തെ കണ്ട പോലത്തെ ബസ് വരുന്നുണ്ട്. കണ്ടോ ഇവിടുത്തെ കട്ടപ്പുറത്തെ വണ്ടി കാണുന്നില്ല. ഇവിടുത്തെ ബസ്സാ. അപ്പം ഗൈസ്, അയാൾ ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നോട് ക്ഷമിക്കുക. ഞാൻ കരുതി സിറ്റി ഡെവലപ്ഡ് അല്ലാന്ന് കരുതിയിട്ട് അയാൾ വിഷമിക്കുന്നു. അല്ല, സമയം എത്ര ദൂരം നോക്കിയേ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാണുന്ന ആരും കഴിക്കാം. ഇത് കാണണ്ടായോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ എയർബിഎൻബി തേഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗുവാഹത്തിയിലേക്ക് തിരിച്ചെത്തുക എന്നാണ് അയാളുടെ പ്ലാന്. പക്ഷെ ഞാനതിന് വില്ലിങ് അല്ല. എനിക്ക് വേറെയും കുറേ പ്ലാനുകളുണ്ട്. എൻ്റെ ഫസ്റ്റ് ഷെഡ്യൂള് വീട്ടിൽ പോയിട്ട് ഐറ്റിനറി ക്രിയേറ്റ് ചെയ്തിട്ട് 2 ദിവസം ഇവിടെ നിൽക്കാനുണ്ടെങ്കിൽ മറ്റു 2 ദിവസത്തേക്ക് വേറെ എയർബിഎൻബി ബുക്ക് ചെയ്യുക. കാരണം മേഘാലയയിൽ വന്നിട്ട് മേഘാലയ കാണാതെ വയ്ക്കാൻ പോകാൻ പറ്റില്ല. ആദ്യം ഇവിടെ അവിടെ ചൂടി പോയി നിൽക്കാനും പറ്റത്തില്ല. 2 ദിവസത്തേക്ക് 2000 രൂപ കൊടുത്ത് കൊടുത്താൽ എയർബിഎൻബി വിൽക്കാൻ വേണ്ടി. കാരണം സൈറ്റിങ് നോക്കുമല്ലോ, പാർക്കിംഗ് ഉള്ളേ. ഇന്നത്തെ ഞങ്ങൾ രണ്ടാമത്തെ മീലല്ലേ, രണ്ടാമത്തെ മീലാണ്. തകർന്നാണ് വന്നിരിക്കുന്നത്. ബോളില്ല, പപ്പടമാണ്. കൊള്ളാം. എങ്ങനെയുണ്ടോ വയസ്സ്? നല്ലതാണോ? അച്ചാറുണ്ടോ? അച്ചാറല്ലേ? എന്നിട്ട് വെജിറ്റബിൾ സബ്ജി. ഇത് വെജിറ്റബിൾ സബ്ജിയാണോ? അത് ദാലാണ്. മറ്റേ മീൻ കറിയാണ്. അവിടെ അപ്പോൾ എന്താ പറയുക, നമുക്ക് നോക്കാം. പറയൂ, താങ്കളുടെ അഭിപ്രായം പറയൂ കഴിച്ചിട്ട്. അത് നല്ലൊരു വലിയൊരു പീസ് മീനുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. ദാലൂടെ ഒഴിക്കണം. കൊള്ളാം. ഫുഡ് നല്ലതാണ്. 120 റുപ്പീസിന് 120 അല്ലേ? 130 എന്ന് പറഞ്ഞു. പക്ഷേ അതിന് പകുതിയിട്ടായിരുന്നു. നമുക്ക് ബാക്കി കഴിച്ചിട്ട് പറയാം.
ഞങ്ങൾ ചോറ് കഴിച്ച് തീർത്തു. ഒന്നും ആയിട്ടില്ല. ഈ ചപ്പാത്തി പറഞ്ഞേക്കും, ഒരു 4 ചപ്പാത്തി ചിക്കൻ കറിയും പറഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. ഓവർനൈറ്റ് ആക്രാന്തല്ല, നല്ലതാണ്. നല്ല രീതിയിൽ ടയർഡാണ്. നേരത്തെ നടന്നു. അടുത്ത ഫുഡ് വന്നിരുന്നത് ചപ്പാത്തിയും ചിക്കൻ കറി. എന്താ ഇല്ലെന്നൊന്നും അറിയില്ല, നോക്കാം, കഴിച്ചിട്ട് പറയാം. കഴിച്ചു നോക്കാം. ഒന്നാലേ എത്ര ബില്ലുവരെന്ന് അറിയില്ല, നോക്കാം എന്തൊക്കെയായാലും. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഡിന്നർ കഴിഞ്ഞു. നാളെ തന്നെ കുക്ക് ചെയ്യണമെങ്കിൽ ഈ ബഡ്ജറ്റിൽ കിട്ടുന്ന കാശുകൾ രാവിലെ ഫുഡ് കഴിക്കുന്നതൊക്കെ തോന്നും. മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊടുക്കുന്ന അഫോർഡ് ഉണ്ടാകും. ഡിന്നറും ലഞ്ചും നമ്മൾ കുക്ക് ചെയ്തേ കൊടുക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ചിക്കനോ അതിന് മേടിച്ച് വയ്ക്കാം, അതേ നടക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ക്യാമറമാൻ വിഷ്ണു ഒരു ഞങ്ങളെപ്പോലെ വട്ടം നിങ്ങളാരും കാണിക്കാതിരിക്കും. ഇയാൾ കൊതുവിനടിച്ച് വന്നുകൊണ്ടിരിക്കുക. കഴിച്ചോ.